ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവരും ബോച്ചട്ടി വാങ്ങുന്ന തിരക്കിലായിരിക്കും. ബോച്ചട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ദുറഹ്മാനെ സഹായിക്കാൻ വേണ്ടി ബോബി ചെമ്മണ്ണൂർ ഒരുക്കിയിരിക്കുന്ന ഒരു പുതിയ ഒരു സംരംഭം എന്ന രീതിയിലാണ് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബോച്ചട്ടിയിലൂടെ എങ്ങനെയാണ് ടിക്കറ്റ് വാങ്ങുകയും അതിലൂടെ എങ്ങനെ വിൻ ചെയ്യാം, എങ്ങനെ മണി ആഡാക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയും വാങ്ങാത്തവരാണെങ്കിൽ പോയി വാങ്ങുക. എപ്പോഴാണ് നമുക്ക് ലക്കി ഉണ്ടാവുക എന്നറിയില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ പോവുക, bocheti.com എന്നടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പുതിയ സൈറ്റ് ഓപ്പൺ ആവും. അപ്പോൾ അതിൽ സൈൻ ഇൻ ചെയ്യാനും സൈൻ അപ്പ് ചെയ്യാനും രണ്ട് വഴികളുണ്ട്. സൈൻ ഇൻ ആണെങ്കിൽ ഓൾറെഡി നമ്മൾ ചെയ്തവരാണെങ്കിൽ നമ്മളെ മൊബൈൽ നമ്പറും പാസ്വേഡും വെച്ചിട്ട് നമുക്ക് ആ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യണം. അപ്പോൾ സൈൻ അപ്പ് ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യുന്നതിന് പകരമാണ്. അപ്പോൾ രജിസ്റ്റർ അല്ലെങ്കിൽ സൈൻ അപ്പ്, ഈ രണ്ട് കാര്യത്തിലൊന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ, പേരും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിന് ആദ്യം വേണ്ടത് നമ്മുടെ പേര് അടിച്ചു കൊടുക്കാം, രണ്ടാമത് നമ്പർ അടിച്ചു കൊടുക്കാം, പിന്നെ ഒരു പാസ്വേഡിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പർ കേസ് ആയിരിക്കണം, ഒന്ന് ലോവർ കേസ് ഉണ്ടായിരിക്കണം, ഒരു നമ്പർ ഉണ്ടായിരിക്കണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം, മിനിമം 8 ക്യാരക്ടറെങ്കിലും ഉണ്ടായിരിക്കും ഈ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക, പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കേരള എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വേണ്ടത് നമ്മുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആധാർ കാർഡ് നമ്പർ, ഞാൻ ഇവിടെ ആധാർ കാർഡ് നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നെക്സ്റ്റ് പേജിലേക്ക് പോകും. ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും എല്ലാ കാര്യങ്ങളോട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആധാർ കാർഡ് നമ്പർ ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താഴെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്നത് പുതിയൊരു സൈറ്റാണ്. ആ ഒരു സൈറ്റിൽ പോയാൽ നമ്മുടെ OTP നമ്പർ വരും. മൊബൈൽ നമ്പർ കൊടുത്തിട്ടുള്ളവരാണല്ലോ, അപ്പോൾ ആ ഒരു OTP നമ്പർ ഇവിടെ വരും. എന്നിട്ട് ഒരു 6 നമ്പർ ഉണ്ടാവും. ആ ഒരു 6 നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പേജ്, പുതിയതായി ഒരു പേജ് ഓപ്പൺ ആവും. അപ്പോൾ അവിടെ ആഡ് കാശ് എന്നൊക്കെയുണ്ട്. പിന്നെ എൻ്റെ യുവർ ടിക്കറ്റ് നമ്പറും എന്നുമുണ്ട്. പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ബോബി ചെമ്മണ്ണൂറായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, ചായപ്പൊടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ താഴെ തന്നെ കാണാം ക്ലിക്ക് ഹിയർ ടു ബൈ ടീ, അതായത് നമ്മൾ ചായപ്പൊടി വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം INR, അതായത് 40 രൂപയാണ് ഈ ഒരു ചായപ്പൊടിക്ക്. നമുക്കത് 1, 2, 3 എത്ര വേണമെങ്കിൽ വേഗം ബൈ നൗ എന്ന് കൊടുത്താൽ മതി. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ 1 വേണമെങ്കിൽ 1 40 രൂപ, 2 വേണമെങ്കിൽ 80 രൂപ. അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം മണി വേണം. മണി ഉണ്ടാണെങ്കിൽ നമ്മുടെ ഈ ഒരു വാലറ്റിൽ ആഡ് ക്യാഷിനടുത്ത് നമുക്ക് ക്യാഷ് ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ കുറച്ച് വഴികളൊക്കെ ഉണ്ട്. നമ്മുടെ UPI വെച്ചിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മണി സെറ്റ് ചെയ്യാം. ഇവിടെ 50 രൂപ മുതൽ അതിന് മേലെ ഒരുപാട് എണ്ണമുണ്ട്. അപ്പോൾ നമ്മുടെ 50, 100, 200 അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം 100 എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഏതാണോ, അതായത് ക്രെഡിറ്റ് കാർഡിലാണോ ഡെബിറ്റ് കാർഡിലാണെന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. അതിന് മുമ്പ് നമ്മുടെ ഷിപ്പിംഗ് ഇൻഫർമേഷൻ കൊടുക്കണം. എവിടെ നമ്മുടെ ചായപ്പൊടി എവിടെയാണ് എത്തിക്കേണ്ടത് അവിടെ. അപ്പോൾ ആ ഒരു അഡ്രസ്സ് കൊടുക്കുക. അതിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഞാൻ പേയ്മെൻറ്റിൻ്റെ ഭാഗത്ത് നമ്മുടെ UPI ആണ് കൊടുത്തത്. UPI കൊടുക്കുമ്പോൾ ബെസ്റ്റാണ്, കാരണം അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്, വേറെ ഒന്നും വിളിക്കേണ്ട. അങ്ങനെ ഫോൺ പേയുടെ UPI വെച്ചിട്ടാണ് ഞാനിവിടെ ഈ ഒരു മണി ആഡ് ചെയ്തത്. അപ്പോൾ അതിന് താഴെ ഇതുപോലുള്ള ഓപ്ഷൻ ഒരുപാട് വരും. നമ്മുടെ അതിൽ വാലറ്റ് UPI, അപ്പോൾ UPIൻ്റെ സ്ഥാനത്ത് നമ്മുടെ UPI ID ഇവിടെ താഴെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിലേക്ക്, അതായത് ഫോൺ പേ ഓപ്പൺ ആക്കേണ്ടി വരും. ഓപ്പൺ ചെയ്താൽ നമ്മുടെ ക്യാഷ് എത്രയാണ്, 100 രൂപ ആണെങ്കിൽ 100 രൂപ പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. എന്നിട്ട് അത് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ശേഷം നമ്മൾ പിന്നെ കാണുന്നത് നമ്മുടെ വാലറ്റിൽ ഇത്ര ക്യാഷ് ആഡ് ചെയ്തു എന്നാണ്. ഞാൻ ആദ്യം 100 രൂപയാണ് വിചാരിച്ചത്, പിന്നെ അത് സെറ്റായില്ല. അതുകൊണ്ട് 200 രൂപ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മണി ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം, എവിടേക്കാണെന്നും പിന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത ശേഷം നമ്മുടെ മേക്ക് പേയ്മെൻറ്റ് കൊടുക്കാം. അങ്ങനെ ഇത് ഫോൺ പേയിലേക്ക് നമ്മുടെ ആ ഒരു ഓപ്ഷൻ പോകും, എത്രയാണ് മണി ആഡ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 200 ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കറൻറ്റ് ബാലൻസ് 200 എന്ന് കാണിക്കും. അപ്പോൾ മൈ ബാലൻസിൽ ചെക്ക് ചെയ്താൽ നമ്മുടെ 200 രൂപ കാണിക്കും. പിന്നെ നെക്സ്റ്റ് ഇവിടെ പോകും, അതായത് ഈ ഒരു ടീ വാങ്ങാനുള്ള ഒരു ഫസ്റ്റ് കാണിച്ച ആ ഒരു ഓപ്ഷനിലേക്ക് പോകും. എന്നിട്ട് ഇവിടെ 40 എന്ന് കാണിക്കുന്നില്ല. അവിടെ ഞാൻ അതായത് ഒരു ചായപ്പൊടി ഞാൻ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 അടിച്ച് ബൈ നൗ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർഡർ പ്ലേസ് സക്സസ്ഫുള്ളി, അതായത് നമ്മുടെ ഓർഡർ സക്സസ്ഫുള്ളി ആയിട്ടുണ്ടെന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരും, അതായത് നമുക്കൊരു മെസ്സേജ് വരും. നമ്മുടെ ടിക്കറ്റ്, അതായത് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങളുടെ ടിക്കറ്റ് നമ്പർ ഏതാണോ ആ ടിക്കറ്റ് നമ്പർ ഇത്രയും നമ്പർ ഉണ്ടാവും. ആ ഒരു നമ്പർ ഇവിടെ ഒരു മെസ്സേജായിട്ട് വരും. ആ ഒരു നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ
നമ്മൾ വിന്നായിനോ ഇല്ലയോ എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നമ്പർ കിട്ടിയിട്ടുണ്ട്. ആ നമ്പർ ഇനി നമുക്ക് വിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ നമുക്ക് ഇവിടെ ജസ്റ്റ് നമ്മുടെ നമ്പർ സെർച്ചിൽ പോയിട്ട് അടിച്ചു കൊടുക്കാം. എന്നിട്ട് സെർച്ച് ചെയ്യാം. വിൻ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കിവിടെ കാണിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം.